വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ എപ്പോഴെങ്കിലും കാണാനായിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇതുവരെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിയെ മുഖ്യമന്ത്രി എന്തിയെ എന്നുള്ള ഒരു കാര്യമായിരുന്നു. അത് മാത്രമല്ല ട്രോളുകൾ എന്തൊക്കെയായിരുന്നു. എന്നാൽ അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് 13ാമത്തെ മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശൻ അധികാരത്തിലേറ്റിരിക്കുകയാണ്. കൂടെ 20 മന്ത്രിമാരും. ഇവർക്കെല്ലാവർക്കും ആശംസകൾ നേരുന്നു. നല്ല രീതിയിൽ തന്നെ ഭരിച്ച് നമ്മുടെ കേരളത്തെ നല്ല രീതിയിൽ തന്നെ ഭരിച്ച് മുടിക്കാനല്ല, ഭരിച്ച് നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ ഭരിച്ച് മുന്നോട്ട് കൊണ്ടുവരട്ടെ എന്ന് ആണ് ആശംസിക്കാനുള്ളത്. എന്തായാലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. അധികാരമേറ്റപ്പോൾ തന്നെ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ് വി.ഡി. സതീശൻ. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ് നമുക്കൊന്ന് കാണാം. ഓക്കെ. Chief Minister designate to take the oath of office and secrecy. Oath of office നോക്കൂ. രാഹുൽ ഗാന്ധിക്ക് കൈകൊടുത്ത് വി.ഡി. സതീശൻ സ്വപ്നതുല്യമായ നിമിഷം. വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യാനായി പോകുന്നു. കേരളം സാക്ഷി. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന ഞാൻ. എന്ത് ആരവമാണ് ജനങ്ങള്. അതായത് ആ ചിരിച്ചുകൊണ്ടുള്ള മുഖം കണ്ടപ്പോൾ തന്നെ ജനങ്ങൾക്കൊരു എനർജിയാണ്. ഇതിനു മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. അതാണ് ജനങ്ങൾ ഇത്രമാത്രം വെറുക്കാനുള്ള കാരണം. എന്തായാലും ബാക്കി. നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. എന്തായാലും വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. വളരെ പ്രസന്നതയുണ്ട് അദ്ദേഹത്തിന്റെ മുഖത്ത്. അത് കണ്ട ജനങ്ങൾക്കും അത്രമാത്രം ആഹ്ലാദം അവരുടെ ആ ഒരു സൗണ്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. വിജയ് സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും ഇത് തന്നെയായിരുന്നു നമ്മൾ കേട്ടത്. ഓക്കെ, ഇനിയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സദസ്സിലേക്ക് ചെന്ന രാഹുൽ മാങ്കൂട്ടം, അതോടൊപ്പം തന്നെ എന്താ പറയുക നമ്മുടെ ചാണ്ടി ഉമ്മൻ, ഇവർക്ക് രണ്ടുപേർക്കും മന്ത്രിസ്ഥാനം കിട്ടിയില്ല. അതോടൊപ്പം തന്നെ പിഷാരടിക്ക് കിട്ടിയില്ല. അങ്ങനെ തുടങ്ങി എന്താ പറയുക നല്ല ചുണക്കുട്ടന്മാർക്കൊന്നും മന്ത്രിസ്ഥാനം കിട്ടിയില്ല. അതിന്റെ വിഷമമൊന്നും അവർക്കില്ല. എന്നാൽ മാധ്യമക്കാർ അവർക്ക് വിഷമമുള്ള രീതിയിൽ വാർത്തകൾ പടച്ചു വിടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ചാണ്ടിയമ്മൻ പറഞ്ഞ വാക്കുകളുണ്ട്, അതൊന്ന് കേട്ടു നോക്കിയേ. തീർച്ചയായിട്ടും ഉണ്ടല്ലോ, അതേ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആദരണീയനായ മുഖ്യമന്ത്രി തന്നെ വന്ന് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. ഉണ്ടെന്ന് അറിഞ്ഞതിൽ അധികം സന്തോഷം. അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഹൈക്കമാൻഡ് ലിസ്റ്റ് വരുമ്പോൾ മാത്രമേ ആരുണ്ട് ആരില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതേ എന്തായാലും ഉണ്ട്. ഏതാ എനിക്ക് ഏതൊക്കെ സ്ഥാനം വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഞാനത് ഇലക്ഷന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ജനങ്ങളാണ് വലുത്. ജനങ്ങളോടൊപ്പം നിൽക്കാൻ പ്രവർത്തിക്കാൻ മന്ത്രിസ്ഥാനം ആവശ്യമല്ല, എന്നെ പരിഗണിക്കണമെന്നില്ല. അപ്പന്റെ മകൻ തന്നെയാണ്. ജനങ്ങളെ സേവിക്കാൻ മന്ത്രിസ്ഥാനമോ അതൊന്നും വേണമെന്നില്ല, അതിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ജനങ്ങളെ സേവിക്കാനായിട്ട് പറ്റുമെന്ന് ഇവിടെ ചാണ്ടി ഉമ്മൻ പറയുകയാണ്.
ഇത് ഈ പ്രോഗ്രാം നടന്നപ്പോൾ, അതായത് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നപ്പോൾ ആ സ്റ്റേജിലേക്ക് ചാണ്ടി ഉമ്മൻ വന്ന് ഒരു സീനുണ്ട് മക്കളെ. അവിടോട്ട് വന്നപ്പോഴത്തേന് അവിടെയുള്ള ജനങ്ങൾ ചാണ്ടി ചാണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ആരവമായിരുന്നു. അതൊന്ന് കണ്ടു നോക്കിയേ. ചാണ്ടി ഉമ്മനെ സ്ക്രീനിൽ കാണുമ്പോൾ വലിയ കൈയടിയാണ് ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നത്. ചാണ്ടി ഉമ്മന്റെ ദൃശ്യം സ്ക്രീനിൽ തെളിയുമ്പോൾ വലിയ കൈയടിയാണ്. ചാണ്ടി ഉമ്മൻ അവിടെയുണ്ട്, വേദിയിലുണ്ട്. ചാണ്ടി ഉമ്മനും വലിയ ആരാധകരുണ്ട് എന്ന് പ്രേക്ഷകർക്കറിയാം. MLA-മാരുണ്ട്. ചാണ്ടി ഉമ്മൻ ചാണ്ടി ചാണ്ടി എന്ന് വിളിക്കുന്നുണ്ട്. കണ്ടല്ലോ, ചാണ്ടി ചാണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ വിളിക്കുന്നത്. അത്രമാത്രം ഇഷ്ടമാണ് ചാണ്ടി ഉമ്മനെ. അതുകൊണ്ട് തന്നെയാണ് 52,000-ത്തിലധികം ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുകയും ചെയ്തത്. അച്ഛന്റെ പേര് കാത്തു സൂക്ഷിക്കുന്ന ഒരു മകനാണ് ചാണ്ടി ഉമ്മൻ. ഇവിടെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി പിടിവേലി കൂടിയിട്ടൊന്നുമില്ല. എനിക്ക് ഈ മന്ത്രിസ്ഥാനമൊന്നും ആവശ്യമില്ല. എനിക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണമെങ്കിൽ എനിക്കറിയാം. അതാണ് പുള്ളി പറയുന്നത്. എന്തായാലും ഈ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ, ഞങ്ങൾ 5ഓളം കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷന് മുമ്പേ ഒരു ലിസ്റ്റ് കൊടുത്തിരുന്നു. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു സ്ത്രീകൾക്ക് ബസ് യാത്ര ഫ്രീ എന്ന്. അപ്പം ഈ 15-ാം തീയതി മുതൽ ബസ് യാത്ര ഫ്രീ തരുമെന്ന് പറഞ്ഞപ്പോഴത്തേന് കുറെ സ്ത്രീകളെല്ലാം കൂടെ സമരവുമായിട്ടെത്തി. ഓക്കെ, അതിന്റെ ആ രംഗങ്ങളൊന്ന് കണ്ടു നോക്കിയേ. അത് കാണിക്കാൻ ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണേ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ബസ് ഇവിടെ പോകുന്നില്ല, ടിക്കറ്റ് കൊടുക്കുന്നില്ല പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബസ് പോകണ്ട, നമ്മൾ ഇവിടെ തന്നെ നമുക്ക് നീതി നൽകുന്നിടത്തോളം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും, സമരം ചെയ്യും. നമ്മൾ അവർ പറഞ്ഞതാണ്, അവർ May 15 മുതലാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, ഞാൻ മുഖ്യമന്ത്രി ആയ ശേഷം അല്ലെങ്കിൽ നമ്മുടെ മിനിസ്റ്റർമാരുടെ ക്യാബിനറ്റ് രൂപീകരണം ആയ ശേഷം നമുക്ക് കൊടുക്കാൻ പറയുമായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. May 15 മുതലാണ് പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞനുസരണം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് ഇന്ന് നീതി കിട്ടണം. ഞങ്ങൾക്ക് സൗജന്യമായി സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് KSRTC-യിൽ യാത്ര ചെയ്യാനുള്ള സൗജന്യ യാത്ര നടപ്പാക്കി തരുമെന്നുള്ളതാണ്. ഇതുപോലെ കോമാളിയാകാൻ വേണ്ടി കുറെ എണ്ണം ഇറങ്ങി തിരിച്ചു. അതായത് സൗജന്യം എന്ന് പറഞ്ഞതേ ഉള്ളൂ, അത് ഗവൺമെന്റ് അധികാരത്തിൽ ഏറ്റാൽ മാത്രമേ അത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ വെറും കോമാളിയാകാൻ വേണ്ടി ഇറങ്ങി തിരിച്ച കുറെ പേരുണ്ട്. ഓക്കെ, അവർക്ക് ഈ സതീശൻ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആദ്യം മറുപടി കേട്ടു നോക്കാം. ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഒരു മന്ത്രിസഭാ യോഗം പോലും കൂടിയിട്ടില്ല. അതിനു മുമ്പ് അതെങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്? ആരാണ് പ്രഖ്യാപിക്കാൻ പറ്റുന്നത്? ചീഫ് സെക്രട്ടറിക്ക് പ്രഖ്യാപിക്കാൻ പറ്റുമോ? എന്തിനാണ് സ്വയം പരിഹാസ്യരാകുന്നത്? രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതൃത്വവും ആളുകളുടെ മുമ്പിൽ പരിഹാസ്യരാകരുത് എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. ഒന്ന് ആലോചിച്ചാൽ, ഒന്ന് മൈൻഡ് അപ്ലൈ ചെയ്ത് ആളുകൾ ചിരിക്കില്ലേ? അത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് മൊത്തം ദോഷമാണ് അങ്ങനെ ഒരു മോശം അഭിപ്രായം ഉണ്ടാകുന്നത്. എന്ത് മാന്യമായിട്ടുള്ളൊരു മറുപടിയാണ് ഇദ്ദേഹം കൊടുത്തത്. സത്യമല്ലേ? പരിഹാസികരാവത്തില്ലേ? പരിഹാസികരായില്ലേ? എല്ലാവരും കളിയാക്കി തുടങ്ങിയില്ലേ? ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ശശികല ചേച്ചിയെ ബുദ്ധി ഒന്ന് പറഞ്ഞു കൊടുക്ക്. നിങ്ങൾക്കാണ് സത്യത്തിൽ ഇതൊക്കെ കേൾക്കേണ്ടത്. കുറച്ചെങ്കിലും ബുദ്ധി ഇവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. എന്തായാലും വി ഡി സതീശൻ തക്കതായിട്ടുള്ള ഒരു മറുപടിയാണ് കൊടുത്തത്. എന്നാൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, സൗജന്യ യാത്ര, ഈ കാര്യം സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ് 2 കാര്യങ്ങളാണ് നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. 5 കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ. അതിലൊന്ന് ഈ സ്ത്രീകളുടെ സൗജന്യ യാത്ര. അത് ജൂൺ 15-ാം തീയതി മുതൽ അത് പ്രാബല്യത്തിൽ വരും. അത് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. അതാണ് മക്കളെ എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും വി ഡി സതീശൻ അത് പ്രസ് മീറ്റിൽ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ കാണേണ്ടി വരും അല്ലേ? നോക്കാം, പറ്റുമെങ്കിൽ എത്തും. നിങ്ങളോട് പറയല്ലേ പറയണ്ട, ആദ്യം ഞാൻ എപ്പോഴും പറയാം. ഈ മീഡിയക്കാരൊക്കെ ഇപ്പോഴൊന്ന് സമാധാനത്തോടെ ഇരിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഒരു ചിരിച്ച മുഖത്തോടുള്ള ഒരു മുഖ്യമന്ത്രിയൊക്കെ ആദ്യമായിട്ടായിരിക്കും അവർ കാണുന്നത് കുറച്ച് നാളായിട്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു സന്തോഷം, എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാമെന്നുള്ളത്. അല്ല, മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ചോദ്യം ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ കടക്കട പുറത്ത് എന്ന രീതിയിൽ പറഞ്ഞേനെ. ഇപ്പൊ പിന്നെ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. ഇനി മുന്നോട്ട് എങ്ങനെ ആവും എന്നുള്ളത് അറിയത്തില്ല കേട്ടോ. ഇതുവരെ കുഴപ്പമില്ല അല്ലേ? എന്ത് രഹസ്യം ഉണ്ടെങ്കിലും ആദ്യം നിങ്ങളോട് പറയുള്ളൂ. അല്ല, ഗവർണറെ കാണുന്നതിനിപ്പോൾ പറയാൻ പാടില്ല, അതിനുള്ള അധികാരം നമുക്കില്ല. അതുകൊണ്ടാണ്. എന്നിട്ട് ഓടി വന്ന് നിങ്ങളോട് പറഞ്ഞത്. എന്ത് പാടുപെട്ടാ ഓടി എത്തിയത് അവിടെ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്നത് സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ജൂൺ 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും.
കേട്ടല്ലോ, ജൂൺ 15 മുതൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ആരംഭിക്കും. ഇതിനോട് പലർക്കും വിയോജിപ്പൊക്കെ ഉണ്ട്. കാരണം സ്ത്രീകൾക്ക് മാത്രം ഈ ഒരു ആനുകൂല്യം കൊടുക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം പലയിടത്തുനിന്നും വന്നിരുന്നു. അപ്പൊ പ്രായമായവർക്ക് ഇത് കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. അവർക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ, സ്ത്രീകൾക്കാണെങ്കിലും അവർക്ക് ജോലിക്ക് പോയി സമ്പാദിക്കാനൊക്കെ പറ്റുമല്ലോ എന്നുള്ളൊരു ചോദ്യം ആൾക്കാർ ഉന്നയിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിൽ പോലും സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര കിട്ടുന്നത് ഒരു കണക്ക് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ചിലപ്പം അത് നല്ലൊരു കാര്യമായിരിക്കാം. പിന്നെ തമിഴ്നാട്ടിലും അതോടൊപ്പം തന്നെ കർണാടകയിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് തന്നെ ഇപ്പൊ കേരളത്തിലും വരുന്നു എന്നതിൽ സ്ത്രീകളെ സംബന്ധിച്ച് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അത് ജൂൺ 15 മുതൽ അത് നടപ്പിലാക്കി കൊടുക്കുമെന്നാണ് ഇവിടെ മുഖ്യൻ പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം, ഇത് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് അടിപൊളി ഒരു സംഭവമാണ്. ഇത് നമ്മുടെ പ്രായമായ അവർക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ്. ഇത് കിടുക്കനാണ്. രണ്ടാമത്തെ കാര്യം, ഒരു വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കുമ്പോൾ അത് തീരുമാനമെടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നു, എൻ്റെ അറിവിൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ വകുപ്പ് രൂപീകരിക്കുന്നത്. ഞങ്ങൾ ആ വകുപ്പ് രൂപീകരിച്ചതിന് ശേഷം ഇത് ഏറ്റവും ഭംഗിയായി നടപ്പാക്കിയ രാജ്യം ജപ്പാനാണ്. ഏറ്റവും ഭംഗിയായി വയോജനങ്ങളുടെ ഒരു ജീവിതം തന്നെ മാറ്റിമറിച്ച വിപ്ലവകരമായ ഒരു നടപടിയാണ് ജപ്പാനിലെ ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചത്. നമുക്കിപ്പോൾ എല്ലാം ചെയ്യാനുള്ള പരിമിതികൾ നമുക്കുണ്ട്. എങ്കിലും ആ മോഡൽ കൂടി പരിശോധിക്കും. അതിനുള്ള ഒരു നല്ല സ്റ്റഡി അടുത്ത 1-2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി കേരളത്തിലെ വയോജനങ്ങളെ, ഞാൻ കരുതുന്നത് ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അളവുകോൽ ആ സമൂഹത്തിലെ മുതിർന്ന ആളുകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ്. അപ്പം നമുക്ക് കേരളം സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്, പരിഷ്കൃത സമൂഹമാണെന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണമെങ്കിൽ പ്രായമായവരുടെ അവരോട് ഏറ്റവും മാന്യമായി അവരെ കരുതലോടുകൂടി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സമീപനവും പദ്ധതികളും കേരളത്തിൽ ഉണ്ടാകണം ധാരാളമായി. വകുപ്പ് രൂപീകരിച്ച് അവിടെ കുറേ സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും വയ്ക്കുന്ന അല്ല അതിൻ്റെ ഉദ്ദേശം. വലിയ ലക്ഷ്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. സ്വപ്നതുല്യമായ കാര്യങ്ങൾ ഈ വയോജന വകുപ്പ് രൂപീകരിച്ചതിൻ്റെ പുറകിലുണ്ട്. അത് പുറകെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കും. അതിനുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ളത്. നമുക്ക് കേരളത്തിന് വലിയ താമസമില്ലാതെ ലോകത്തോട് മുഴുവൻ ഉറക്കെ വിളിച്ചു പറയാൻ പറ്റണം, ഞങ്ങളാണ് സിവിലൈസ് സൊസൈറ്റി, ഞങ്ങളുടെ പ്രായമായവരെ എങ്ങനെയാണ് നോക്കുന്നത് എന്ന് പറയണം. അതാണ്. അപ്പോൾ ആ എന്തായാലും വയോജനങ്ങൾക്കായിട്ടുള്ള ഈ ഒരു പ്രത്യേക പദ്ധതി എന്തായാലും കിടുക്കനാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നല്ല രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രായമായ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഇത് ഗുണം ചെയ്യും. അത് ജപ്പാനിലാണ് ഇത് നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കേരളത്തിലാണ് ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. അത് കിടുക്കനായിട്ട് വരട്ടെ. ഇതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. കാരണം അവർക്ക് പ്രായമായവർക്കൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇതങ്ങോട്ട് കിടുക്കനാക്കി. ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ വരട്ടെ, അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. എന്തായാലും ഇതിൻ്റെ ഇടയിൽ രാഹുൽ മാങ്കൂട്ടവും ഈ പറയുന്ന പോലെ മന്ത്രിസഭയിൽ ഒരു MLA ആയിട്ട് മാറേണ്ട ഒരാളായിരുന്നു. അദ്ദേഹം എന്തായാലും മറ്റേ ആ കുറെ സ്ത്രീകളുടെ കള്ളപ്പരാതി മൂലം അദ്ദേഹത്തിനെ തട്ടിക്കളഞ്ഞു. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിട്ടും പാർട്ടിക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ നിങ്ങളൊന്ന് കാണണം. അത് മാത്രമല്ല, ഇദ്ദേഹം വന്ന സമയത്ത് ഈ എന്താ പറയുക സത്യപ്രതിജ്ഞയ്ക്ക് വന്ന സമയത്ത് ജനങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുത്ത ആ ഒരു വെൽക്കം ഉണ്ടല്ലോ, അതൊക്കെ എന്താ പറയുക അദ്ദേഹം നല്ലൊരു നേതാവാണെന്ന് കാണിക്കുന്നത് തന്നെയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇദ്ദേഹം പോയി ഇരുന്നത് ഏറ്റവും പുറകിലായിട്ടൊരു സ്ഥലത്താണ് പോയിരുന്നത്. അദ്ദേഹത്തിന് VIP ഇരിക്കുന്ന സ്ഥലമൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. പാർട്ടിക്കാർ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞാലും ജനങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതോടൊന്ന് കേട്ടു നോക്കി. ജനീഷ് വരുന്നത് വ്യക്തിപരമായി കുറേയേറെ അതായത് നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ, ആ സന്തോഷം തന്നെ ജനീഷ് വരുമ്പോണ്ട്. കാരണം ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും അധികം പിന്തുണ തന്ന സഹപ്രവർത്തകനാണ്. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ, അത് ജനീഷ് തന്നെ പലവണ പറഞ്ഞിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും ഞാൻ ഒഴിയുന്നതിനെ പറ്റിയും ജനീഷ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുന്നതിനെ പറ്റിയും ഒക്കെ ആലോചിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഞാനങ്ങ് പോയിട്ടില്ലല്ലോ. പ്രവർത്തനത്തിലേക്ക് കൂടുതൽ മുൻനിരയിലേക്ക് രാഹുലിനെ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അല്ല, നമ്മുടെ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയുമായി അഫിലിയേറ്റ് ചെയ്തൊന്നും പ്രവർത്തിക്കുന്നതോ MLA ആയി പ്രവർത്തിക്കുന്നതോ MP ആയി പ്രവർത്തിക്കുകയല്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം തുടരുന്നതിന് നമ്മൾ മുൻനിര പിൻനിര എന്നൊന്നുമില്ല. നമ്മളെല്ലാ ദിവസവും മുൻപ് എങ്ങനെയാണോ രാഷ്ട്രീയം പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനിയും പറയുന്നത്. അതിനെന്തെങ്കിലും ഒരു അഫിലിയേഷൻ്റെ ആവശ്യമുണ്ട് എന്ന് അഫിലിയേഷൻ ഉള്ള കാലത്തും തോന്നിയിട്ടില്ല, ഇല്ലാത്ത കാലത്തും തോന്നിയിട്ടില്ല. ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജനപ്രതിനിധി എന്നുള്ള നഷ്ടബോധമൊക്കെ ആണെങ്കിൽ ഒരു 10-20 വർഷക്കാലമായി രാഷ്ട്രീയ പ്രവർത്തനം സജീവമായിട്ട് തുടങ്ങി. അതിനകത്താകെ 1.5 വർഷക്കാലം മാത്രമാണ് ജനപ്രതിയായത്. ബാക്കിയുള്ള കാലത്തൊക്കെ ചെയ്തിരുന്ന അതേ രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫീൽഡിലിറങ്ങിയുള്ള പ്രചരണം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും രാഹുൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് വയനാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഹുലിന്റെ ഒരു വീഡിയോ ആ രീതിയിൽ ഞാൻ എല്ലാ കാലത്തും ചെയ്യുന്ന പോലെ വീടാന്തരം കയറിയിട്ടുണ്ട്. അയാൾ എന്നെ ഇഗ്നോർ
ഇത്തവണ നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്തതേ ഉള്ളൂ. നമ്മൾ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് 1.5 വർഷക്കാലമാണ് ജനപ്രതിയായിട്ടിരുന്നത്. ജനപ്രതിനിധിയാണ് രാഷ്ട്രീയത്തിന്റെ അവസാനം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. കുറേ കൂടെ പാർട്ടിയിലുള്ള സമയത്തും പലപ്പോഴും പല തെരഞ്ഞെടുപ്പുകളിലും വരുമ്പോഴൊക്കെ ഞാൻ നേതാക്കന്മാരോട് പറയുന്നുണ്ട്, എനിക്ക് പാർട്ടി പ്രവർത്തനമാണ്, പാർട്ടി ഭാരവാഹിത്വങ്ങളോടാണ് താല്പര്യം, ഒരു പാർട്ടിക്കാരനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അത്ര നഷ്ടബോധങ്ങളൊന്നുമില്ല, വലിയ സന്തോഷമാണുള്ളത്. ഈ കേസുകളുടെ കുറ്റപത്രമൊക്കെ ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്നത് എന്നോട് ഏറ്റവും സ്നേഹവും ബഹുമാനവും കരുതലുള്ള മനുഷ്യൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ കൊടുത്താണല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് ബാക്കി കോടതി ഫൈറ്റ് ആണല്ലോ. കോടതി ഫൈറ്റ് വരും. ആ കോടതി ഫൈറ്റ് കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ തിരുത്തേണ്ടി വരും. ഇന്നത്തെ ദിവസം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകണ്ട. എന്തായാലും ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ബാലൻസ് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ടോട്ടൽ റെപ്രസെന്റേഷൻ വന്നിട്ടുണ്ട്. ഏറ്റവും സീനിയർ ആയിട്ടുള്ള മന്ത്രിമാരുണ്ട്, ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള മന്ത്രിമാരുണ്ട്, പിന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പുതുമുഖമായിട്ട് വരുന്നു എന്നുള്ളത് മൊത്തത്തിൽ കേരളത്തിന് തന്നെ ഒരു നെക്സ്റ്റ് ജനറേഷനിലേക്ക് ലീഡർഷിപ്പിന്റെ ട്രാൻസ്ഫോർമേഷൻ. കാരണം എനിക്ക് തോന്നുന്നു ഒരു 80s ശേഷം നെക്സ്റ്റ് ജനറേഷനിലേക്ക് ലീഡർഷിപ്പ് ട്രാൻസ്ഫോർമേഷൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്ന വ്യക്തിയാണ് ശ്രീ വി ഡി സതീശൻ. അപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള നെക്സ്റ്റ് ജനറേഷൻ്റെ ആളുകളുടെ ഞങ്ങളുടെയൊക്കെ റെപ്രസെന്റേറ്റീവാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് വലിയ സന്തോഷമാണുള്ളത്. പിന്നെ പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണല്ലോ. എത്ര കാലം മാറ്റി നിർത്തിയാലും ജനം വിചാരിച്ചാൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാകും എന്നുള്ളൊരു ഉദാഹരണം കൂടിയാണ് ശ്രീ ശ്രീ ചാണ്ടിയുമ്മന് പോലും ഇല്ലാത്ത നിരാശ നമ്മൾ ആരെങ്കിലും അത് പങ്കുവെക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഒരു ട്രൂ പാർട്ടിക്കാരനാണ്. ശ്രീ ചാണ്ടിയുമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതിനപ്പുറം താഴെത്തട്ടിലൂടെ KSUവിന്റെ സംഘടനാ പ്രവർത്തനമായി വന്ന ഒരാളാണ്. അയാൾ ഒരു പാർട്ടിക്കാരനാണ്. എന്നാൽ തന്നെ തിരിച്ചും മറിച്ചുമുള്ള നിങ്ങളുടെ ചോദ്യത്തിന് ഒരു കോമയുടെ ഒരു മൗനത്തിന്റെയോ ഒരു സാധ്യത പോലും നിങ്ങൾക്ക് തരാതെ അതിനെയൊക്കെ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്. അതായത് പാർട്ടിയുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകളും പുറത്തു നിൽക്കുന്ന ഞങ്ങളുമെല്ലാം വലിയ ഹാപ്പിയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ. ഒരു മന്ത്രിയാകേണ്ട ഒരു വ്യക്തി തന്നെയാണ്. ഇപ്പൊ എന്തായാലും അദ്ദേഹത്തിന് MLA സ്ഥാനം പോലും ഇല്ല. അദ്ദേഹത്തിന് ആ ഒരു കള്ളക്കേസുകൾ, അതും ഉഭയകക്ഷി സമ്മതത്തോടു കൂടി ചെയ്ത പല കാര്യങ്ങളും ഇദ്ദേഹത്തെ കൊടുക്കാനായിട്ട് എടുത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മൾ കണ്ടതാണ്. നമ്മൾ അതിനെക്കുറിച്ച് കുറെ വാർത്തകളൊക്കെ ചെയ്തതാണ്. പലതും കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥകളായിരുന്നു. ഓക്കെ, എന്തായാലും ആ കേസിന്റെ ആ ഒരു ഡീറ്റെയിൽ വരുമ്പോൾ അറിയാം. അന്നേരം നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞവർ തന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് പറയുമെന്നാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു, പുതിയ മന്ത്രിമാർ സ്ഥാനമേറ്റു. ഇനിയും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നല്ല രീതിയിൽ തന്നെ നമ്മുടെ കേരളത്തെ ഭരിക്കുവാൻ അവരെയും കൊണ്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും